കല്യാണി, ഇതൊന്ന് വായിച്ചു നോക്ക്. ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്. അയ്യോ, എന്റെ വല്യുഞ്ഞെ, ജോലിക്കാരുടെ കയ്യിലാണോ ഫയല് തരണേ? ഞാൻ വെറും 10ാം ക്ലാസ്സുകാരിയാ. 10ാം ക്ലാസ്സുകാരിക്ക് മലയാളം വായിക്കാൻ അറിയാലോ. വായിച്ചു നോക്ക്. നിനക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. വായിച്ചാൽ മനസ്സിലാവും. വേണ്ട, ഇത് കാണുമ്പോ തന്നെ തല കറങ്ങണു. എനിക്ക് വായിക്കുന്നതിനേക്കാളും മനസ്സിലാവണത് വല്യുഞ്ഞ് പറയുമ്പോഴാ. എന്താ കാര്യമെന്ന് പറഞ്ഞാ മതി. ഓ, അങ്ങനെയാണോ? ശരി. ദേ, ഈ ചെമ്പരത്തിപ്പൂ വെച്ചുണ്ടാക്കുന്ന ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എല്ലാ ബ്യൂട്ടി പ്രോഡക്ട്സിന്റെയും പേറ്റന്റ് റൈറ്റ്സ് നിനക്കാണെന്നുള്ളതിന്റെ സമ്മതപത്രമായത്. ഇപ്പൊ മനസ്സിലായോ എന്താണെന്ന്? ഇല്ല. ഈ പേറ്റന്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞാ അതെന്താ വല്യുഞ്ഞെ? ഞാനിതുവരെ കേട്ടിട്ട് പോലും ഇല്ലല്ലോ. എന്ന് പറഞ്ഞ ഉടമസ്ഥാവകാശം. കല്യാണി, നീയല്ലേ ചെമ്പരത്തിപ്പൂ വെച്ചുള്ള ഈ പ്രോഡക്റ്റിന്റെ ഐഡിയ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്? അപ്പോ അതുണ്ടാക്കി വിൽക്കാനുള്ള അവകാശത്തിന്റെ പങ്ക് നിനക്ക് കൂടിയുള്ളതാ. എന്തൊക്കെയാ വല്യുഞ്ഞെ ഇത്? ചെമ്പരത്തിപ്പൂവ് എന്തിനൊക്കെ ഉപയോഗിക്കുമെന്ന് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിന് ഉടമസ്ഥാവകാശം എനിക്കാണെന്നൊക്കെ പറഞ്ഞ ഈ അറിവൊക്കെ എനിക്ക് കിട്ടിയത് അമ്മയിൽ നിന്നാ, അമ്മയ്ക്ക് അമ്മൂമ്മയിൽ നിന്ന്. അങ്ങനെ നോക്കുമ്പോ കല്യാണി, നീ ഇത് എത്ര വലിയ ഐഡിയ തന്നെന്ന് നിനക്കറിയാത്തോണ്ട്. ഒരുപക്ഷെ പാരമ്പര്യം അനുസരിച്ചുള്ള അറിവ് തന്നെ ആയിരിക്കും. പക്ഷേ അത് വ്യാവസായികമായി ഉപയോഗിക്കുന്നത് ഇപ്പോഴ്. ചെമ്പരത്തി വെച്ച് ക്രീമിൽ തുടങ്ങി ഓയിൽ, തൈലം, ഇതെല്ലാം നീ പറഞ്ഞു തന്ന ഐഡിയയുടെ അടിസ്ഥാനത്തില് ഞങ്ങൾ പുറത്തിറക്കിയത്. അതുകൊണ്ട് തന്നെ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹെർബൽ പ്രോഡക്റ്റുകളിൽ എല്ലാത്തിനും അതിന്റെ കണ്ടുപിടുത്തത്തിന് കാരണക്കാരിയായ കല്യാണിക്കാണ് കുത്തകാവകാശം. അതിന്റെ ഡോക്യുമെന്റ്സ് ആയത്. ഇനി കൂടുതൽ ചർച്ചയൊന്നും വേണ്ട. നീ ഇതിലൊന്ന് ഒപ്പിടണം, അത്രേ ഉള്ളൂ. കമോ, ഒപ്പിട്. അത് വേണോ വല്യുഞ്ഞെ? വേണം. ദാ പേന. ആനന്ദ് ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ഫേസ് ക്രീം മുതൽ ഷാംപൂ വരെ ചെമ്പരത്തിയിൽ നിന്നും എങ്ങനെ നിർമ്മിക്കാമെന്ന് പറഞ്ഞു കൊടുത്ത എന്റെ പേരിലാണ് അതിന്റെ ഉടമസ്ഥാവകാശം. അത് നിയമപരമായിട്ട് എന്റെ പേരിലേക്ക് മാറ്റിയതിന്റെ സമ്മതപത്രവും വല്യുകുഞ്ഞിന് ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. അതെ, പേറ്റന്റ് റൈറ്റ്സ് കല്യാണിദാസിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ക്രീമിലാണ് മായം കലർന്നിരിക്കുന്നതും പെൺകുട്ടികളുടെ മുഖം പൊള്ളിയിരിക്കുന്നതും. അപ്പൊ ഞാനല്ലേ അതിന്റെ ഉത്തരവാദി? അറസ്റ്റ് ചെയ്യേണ്ടത് എന്നെയാണ് സർ. അനിയൻ കുഞ്ഞിനെ വെറുതെ വിട്ടേക്ക് സർ. അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. കമ്പനിയുടെ MD ആരാണോ അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ആ കോർട്ട് ഓർഡർ എനിക്കൊന്ന് കാണണം. കോർട്ട് ഓർഡറിൽ കമ്പനിയുടെ MD അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? ഇൻസ്പെക്ടർ, നടന്ന സംഭവങ്ങൾക്ക് കാരണക്കാരി താനാണെന്ന് കല്യാണി സ്വയം സമ്മതിക്കുമ്പോൾ MDയെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്കെന്താ ഇത്ര വാശി? അതെ സർ, എന്നെ വേണം അറസ്റ്റ് ചെയ്യാൻ, പ്ലീസ്.
ഈ കുടുംബത്തോടുള്ള കൂറും വിശ്വാസവും കൊണ്ടാ ഇവള് സ്വയം കുറ്റമേറ്റെടുത്ത് അറസ്റ്റിനൊരുങ്ങുന്നത്. അരവിന്ദിനെ അറസ്റ്റ് ചെയ്താൽ എന്റെ മനസ്സ് വേദനിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് കല്യാണം പോലും കഴിക്കാത്ത ഒരു പെണ്ണിനെ കുറ്റക്കാരിയാക്കിയിട്ടും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയല്ലോ എന്ന് വിചാരിക്കാൻ അത്ര കല്ലൊന്നുമല്ല ഈ അഖിലാണ്ടേശ്വരിയുടെ മനസ്സ്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ എന്ന നിലയിൽ ഈ സംഭവിച്ചതിനെല്ലാം ഞാനും ഉത്തരവാദിയാ. ഇൻസ്പെക്ടർക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. ഈ ഒരു ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ദൈവമേ, അങ്ങ് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ. അഖിലേ, എന്താ ഇതൊക്കെ? കൃഷ്ണേട്ടാ, കല്യാണി അറസ്റ്റ് ചെയ്താൽ സ്വന്തം മക്കളെ രക്ഷിക്കാൻ അഖിലാണ്ടേശ്വരി ഡ്രൈവറുടെ മകളെ ബലിയാടാക്കിയെന്ന് നാട്ടില് പാട്ടാവും. അത് മാത്രമല്ല, നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ മനസ്സുള്ള ഇവളെ എങ്ങനെയാ കൃഷ്ണേട്ട അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നത്? മാഡം, എന്റെ മനസ്സിന് മാഡത്തിന് ദൈവത്തിന്റെ സ്ഥാനമുള്ളത്. എന്റെ ജീവൻ പോയാലും ആ കൈകളിൽ വിലങ്ങി വീഴാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഇവിടെ തന്നെ എന്റെ ജീവിതം അവസാനിപ്പിക്കും. എന്നെ അറസ്റ്റ് ചെയ്താലും എന്നെ രക്ഷിക്കാൻ മാഡം ഉണ്ടല്ലോ. എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. ഞാൻ പോയിക്കോളാം മാഡം. എന്നെ അറസ്റ്റ് ചെയ്യൂ സർ. ഞാനാ എല്ലാത്തിനും കാരണക്കാരി. കല്യാണി അറസ്റ്റ് ചെയ്യും. ബാക്കി ഞാൻ കോടതി നോക്കിക്കോളാം. അതെ. പോവാം. ചേച്ചി എന്തു പറ്റി? ചേച്ചി എന്തിനാ നിങ്ങൾ പിടിച്ചോണ്ട് പോന്നേ? ചേച്ചിക്കൊന്നുമില്ല, മോൻ വിഷമിക്കണ്ട. അച്ഛൻ വരുമ്പോ പറഞ്ഞാ മതി. ചേച്ചി സാറേ, ചേച്ചിയെ കൊണ്ടുപോല്ലേ സാറേ. ചേച്ചി പോവല്ലേ, അച്ഛൻ ഇവിടെ ഇല്ല. അച്ഛൻ വന്നിട്ട് പറഞ്ഞിട്ട് പോവാ. ചേച്ചി പോവല്ലേ ചേച്ചി, പ്ലീസ് ചേച്ചി. ചേച്ചി പോവല്ലേ, ചേച്ചിയെ കൊണ്ടുപോവല്ലേ.
സാറെ കൊണ്ടുപോകല്ലേ സാറേ, സാറെ കൊണ്ടുപോകല്ലേ. അയ്യോ ചേച്ചി, പിടിച്ചു മാറ്റടോ. ചേച്ചി, മാറി നിൽക്കടാ അങ്ങോട്ട്. ചേച്ചി. ആ, ആ, ആ. ആ, ആ. ചേച്ചി, അനികുട്ട, ചേച്ചി. കേറ്. അയ്യോ, അതേ കുഞ്ഞേന്റെ ചേച്ചി. ചേച്ചി, ചേച്ചി പോലെ. ചേച്ചി, ചേച്ചി, ഇല്ലടാ. ചേച്ചി. അതേ കുഞ്ഞേന്റെ ചേച്ചി. എന്റെ ചേച്ചി എന്തിനാ പോലീസുകാര് പിടിച്ചോണ്ട് പോയെ? പറ, എന്തിനാ പോലീസ് ചേച്ചിയെ കൊണ്ടുപോയെ? അനികുട്ട കരയല്ലേ? ദേ ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? നോക്ക്, കരയല്ലേ? ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് വരും. വാ, നമുക്ക് ഔട്ട് ഹൗസിലേക്ക് പോവാം. വാ. ഇല്ല, അയ്യോ എന്റെ ചേച്ചി എന്തിനാ അവര് പിടിച്ചോണ്ട് പോയെ? പറ, എന്റെ ചേച്ചി എന്ത് തെറ്റാ ചെയ്ത്? പറ അനി കുഞ്ഞെ, പറ. അയ്യോ, നിന്റെ ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല അനികുട്ട. ഇങ്ങോട്ട് നോക്ക്. ദേ നമ്മുടെ ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന് എന്തോ ഒരു ചെറിയ കുഴപ്പം. അതുകൊണ്ട് അതിന്റെ ബ്രാൻഡ് അംബാസിഡറിനെ സ്റ്റേഷനിൽ പോയിട്ട് ഒന്ന് ഒപ്പിടണം. അത്രേ ഉള്ളൂ. ഒപ്പിട്ടിട്ട് കല്യാണി ഇത് ഇപ്പൊ ഇങ്ങോട്ട് വരും. ഓക്കെ, കരയല്ലേ? വാ, വാടാ. നീ വാ, ഔട്ട് ഹൗസിൽ പോവാം. വാ 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 വാ. അനിയ കുഞ്ഞെ. ഇല്ലടാ, ഒന്നുമില്ല. ചേച്ചി. ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് വരും. ചേച്ചി അവരൊന്നും ചെയ്യില്ലടാ. നീ ഇങ്ങനെ കരയില്ലേ? നമ്മൾ ആണുങ്ങൾ ഇങ്ങനെ കരയാൻ പാടില്ല. ആനന്ദ്, നീയും ദാസിനെ വിളിക്ക്. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോ അത് ആദ്യം അറിയേണ്ടത് ദാസാ. ശരി അച്ഛാ. ആ ദാസേട്ടാ, എവിടെയാ ഇപ്പോ? അച്ഛാ, ചേച്ചിയെ ചേച്ചിയെ പോലീസുകാര് പിടിച്ചോണ്ടുപോയി അച്ഛാ. അച്ഛൻ അറിഞ്ഞു മോനെ. അതറിഞ്ഞപ്പോ മുതലേ അച്ഛന്റെ കൈയും കാലും പറയ്ക്കുക. നീ വാ. അച്ഛാ, അവര് ചേച്ചി ഉപദ്രവിക്കോ അച്ഛാ? അടിക്കി ഇടിക്കുകയൊക്കെ ചെയ്യോ? ഇല്ല മോനെ, അതിന് ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ അഖിലാമ്മയുടെ സാറും ഇല്ല ഇവിടെ. എനിക്ക് പേടിയാവുന്ന അച്ഛാ. എനിക്ക് എന്റെ ചേച്ചി ഇപ്പൊ കാണണം. അച്ഛൻ എന്നെ ചേച്ചി അടുത്ത് കൊണ്ടുപോ. മോൻ പേടിക്കണ്ട, ചേച്ചി ഇങ്ങ് വരും. നമ്മുടെ എല്ലാ കാര്യത്തിനും അഖിലാമ്മയുടെ സാറും ഉണ്ട്. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കാര്യങ്ങള് അവരടുത്ത് പറഞ്ഞാൽ നടക്കും. വാ. ദാസേ, ഞങ്ങളുടെ മക്കള് ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ കല്യാണി സ്വയം കുറ്റം ഏറ്റുവാങ്ങി അറസ്റ്റിലായത്. കല്യാണപ്രായമായ മോള് അറസ്റ്റിലായി പോലീസ് സ്റ്റേഷനിൽ കിടക്കുമ്പോൾ ഒരച്ഛൻ്റെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. ദാസ് ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്ന് മാത്രമേ തൽക്കാലം ഞങ്ങൾക്ക് പറയാനുള്ളൂ. സ്വന്തം ഭാവി എന്താകുമെന്ന് കൂടി ചിന്തിക്കാതെ ദാസേട്ടന്റെ മോള് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ഒരമ്മ എന്ന നിലയിൽ അവൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ദാസേട്ട. അവള് ചെയ്തത് മറ്റൊരു പെൺകുട്ടിയും ചെയ്യാത്ത കാര്യോ. യെസ്, ഈ കുടുംബത്തിന് വേണ്ടി അന്യരായ ദാസും മകളും കാണിക്കുന്ന ഈ ത്യാഗം അത് ഈ കുടുംബത്തിലെ ബന്ധുക്കൾ പോലും ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്. ഏത് രീതിയിലും സ്വന്തം തടി രക്ഷിക്കാനേ അവരെല്ലാം ശ്രമിക്കും. അതെല്ലാം ശരിയാണ് സർ. പക്ഷേ എൻ്റെ മോളൊരു നാട്ടുപുറത്തുകാരിയെ പട്ടണത്തിൽ വളർന്ന് ജീവിതം കണ്ടവളാണെങ്കിൽ എനിക്കൊരു ആശങ്കയുണ്ടാവായിരുന്നില്ല. എന്ത് സാഹചര്യം നേരിടാനും അവൾക്ക് പ്രാപ്തി ഉണ്ടാവുമായിരുന്നു. ഇത് പക്ഷേ ദാസേട്ട പ്ലീസ്,
കല്യാണിയെക്കുറിച്ച് ഓർത്ത് ദാസേട്ടൻ വിഷമിക്കരുത്. ഞങ്ങൾ വക്കീലിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തു വില കൊടുത്തും കോടതിയിൽ നിന്നും കല്യാണിയെ ജാമ്യത്തിൽ പുറത്തിറക്കിയിരിക്കും. അത് പക്ഷേ ഇന്ന് ഇരുട്ടി വെളുത്ത് നാളെ കോടതി തുറന്നാലേ പറ്റൂ. അയ്യോ, അപ്പൊ ഇന്ന് സ്റ്റേഷനിൽ കിടന്ന പോലീസുകാർ ചേച്ചി ഉപദ്രവിക്കില്ലേ? ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അടിയിടിയൊക്കെ കൊടുത്ത്? അനിയൻകുട്ടാ, നീ പേടിക്കണ്ട. ആരും നിന്റെ ചേച്ചിയെ ഒന്നും ചെയ്യില്ല. നാളെ അനിയൻകുട്ടൻ സ്കൂളിൽ നിന്ന് വരുമ്പോ അനിയൻകുട്ടന്റെ ചേച്ചി അവിടെ ആ വീട്ടിലുണ്ടാവും. ഞങ്ങളുടെ വാക്കാ. ദാസേ, മോനെയും കൊണ്ട് വീട്ടിലേക്ക് വയ്ക്കൂ. കല്യാണിയുടെ ഉത്തരവാദിത്വം എനിക്കും അഖിലയ്ക്കുമാ. ഞങ്ങൾ വേണ്ടത് ചെയ്യും, വിശ്വസിക്കാം. നീ എന്താ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ്? നിന്റെയും ആത്മവിശ്വാസമൊക്കെ പോയി തുടങ്ങിയോ? എന്റെ കണ്ണു കലങ്ങിയത് സങ്കടം കൊണ്ടല്ല, ഇതിനെല്ലാം കാരണക്കാരിയായ പ്രിയങ്കയോടുള്ള പക കൊണ്ടാ. തൃച്ചംബരത്തിന്റെ തകർച്ചയ്ക്കായി അവള് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കാണുമ്പോ ഇപ്പൊ തന്നെ തോക്കെടുത്തോണ്ട് പോയി അവളെ ഞാൻ... എന്തിനും ഒരു സമയം ഉണ്ടെങ്കിലേ അത് മറന്നു നീങ്ങിയാൽ തിരിച്ചടിയെ നമുക്കുണ്ടാവും. ആദ്യം കല്യാണിയെ പുറത്തിറക്കണം. അതിനുശേഷം മതി പ്രിയങ്കയെ ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ. ഇപ്പൊ നീ ആലോചിക്കേണ്ടത് കല്യാണിയെ കുറിച്ചാണ്. നമ്മൾ എന്ത് സ്വാധീനം ചെലുത്തിയാലും അവളിപ്പോ എത്തിപ്പെട്ടിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. സ്റ്റേഷനിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സേഫ്റ്റി അവൾക്കുണ്ടോന്നോ എന്റെ സംശയം. അതിന്റെ നല്ല ടെൻഷൻ എനിക്കുണ്ട്. കല്യാണി ഒരു പാവം പെണ്ണ. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലീസുകാർ അത്ര പാവങ്ങളല്ല. അതാണ് എന്റെ ടെൻഷൻ. Hello, Andy. Ah. Actually, I was waiting for your call. ഞാൻ കുറച്ച് വിശേഷങ്ങൾ ഉണ്ടാക്കി അങ്ങോട്ട് വിട്ടായിരുന്നു. അങ്ങ് എത്തിയെന്ന് മനസ്സിലായി. അതാണ് ഇപ്പൊ ആന്റിയുടെ ഫോൺ വന്നത്. അല്ല, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ അരുമ സന്തതിയെ കൈവിലങ്ങ് വെച്ച് പോലീസ് കൊണ്ടുപോയല്ലേ? കഷ്ടം. എന്ത് ചെയ്യാൻ ആന്റി? ആനന്ദിന് ഗോതമ്പുണ്ട തിന്നാനുള്ള യോഗം കിടക്കുമ്പോ നമ്മള് വിചാരിച്ചാ തടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഏതായാലും അഖിലാണ്ടേശ്വരി അവിടെ നെഞ്ചു നീറി അലറി വിളിക്കായിരിക്കും അല്ലേ? ഐ ആം വെരി സോറി. മൈ ഹാർട്ട് ഫെൽ കണ്ടോളൻസ്. ഓ, നീ ഇങ്ങനെ വിഷമിക്കാനൊന്നും നിൽക്കണ്ട. ഞാനും നീ പറഞ്ഞതൊക്കെ തന്നെയാ പ്രതീക്ഷിച്ചോണ്ടിരുന്നത്. പക്ഷെ അവസാനം കഥയാകെ മാറിയും തിരിഞ്ഞും പോയി.
അറസ്റ്റ് ചെയ്തത് ആനന്ദിനെയല്ല, മറ്റൊരാളെയാ. എന്താ ആന്റി പറയുന്നേ? മറ്റൊരാളെ അറസ്റ്റ് ചെയ്തെന്നോ? അതെ പ്രിയങ്കേ, നമ്മൾ വിചാരിക്കുന്നതൊന്ന്, ഇവിടെ നടക്കുന്നത് വേറൊന്ന്. എല്ലാം തലതിരിഞ്ഞാ. ആന്റി വെറുതെ ടെൻഷൻ അടുപ്പിക്കാതെ അവിടെ എന്താ സംഭവിച്ചെന്ന് പറ. ഓ, ഇനി എന്തോന്ന് പറയാൻ. പോലീസ് വന്ന് ആനന്ദിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്ന കരുതിയേ. അവര് വന്ന് ആനന്ദിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോ അരവിന്ദ് വന്നിട്ട് ഞാനാണ് കമ്പനിയുടെ MD, അറസ്റ്റ് ചെയ്യേണ്ടത് എന്നെയാണ്, ഞാനാണ് കുറ്റക്കാരൻ എന്നൊരു പറച്ചില്. കാര്യങ്ങള് കുഴഞ്ഞില്ലേ? ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ. അവനെ അങ്ങ് കൊണ്ടുപോയാലും അഖിലാണ്ടേശ്വരിയുടെ നെഞ്ചൊന്ന് പിടയുന്നത് കാണാലോ എന്ന് വിചാരിച്ചിരുന്നപ്പോ ദേ അപ്പൊ അവള് വന്നിരിക്കുന്നു കുറ്റം ഏൽക്കാൻ. അവളോ? ആര്? വേറെ ആര്? ആ അടുക്കളക്കാര് തന്നെ, കല്യാണി. എല്ലാത്തിനും കാരണക്കാരി താനാണെന്ന് പറഞ്ഞ് അറസ്റ്റ് വരിച്ച് അവള് പോലീസുകാരോടൊപ്പം പോയി. ഇപ്പൊ അകത്തായതേ കല്യാണിയാ, ആനന്ദല്ല. കല്യാണി അറസ്റ്റ് ചെയ്തോണ്ട് പോയെന്നോ? കിട്ടുന്ന അവസരങ്ങളിൽ ഇതുപോലുള്ള ത്യാഗം ചെയ്ത് കാണിച്ച് ആനന്ദിന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാനുള്ള അവളുടെ മാസ്റ്റർ പ്ലാനായത്. അത് നടന്നു അവിടെ. എന്നാ ഒന്ന് മനസ്സിലാക്കിക്കോ നീ, ഇത്തവണ അവൾ ആനന്ദിന്റെ മനസ്സിൽ മാത്രമല്ല അഖിലാണ്ടേശ്വരിയുടെ മനസ്സിലും കൂടിയ സ്ഥാനം പിടിച്ചിരിക്കുന്നേ. അവളെ ഇങ്ങനെ വിട്ടാ അത് വലിയ ആപത്താ. അതാണ് എനിക്ക് നിന്നോട് വിളിച്ചു പറയാനുള്ളത്. പേടിക്കണ്ട ആന്റി. ആട് തനിയെ നടന്ന് ഇറച്ചിവിട്ട് കടയിലേക്ക് കയറിയ ഗതിയാ അവൾക്കിപ്പൊ വരാൻ പോകുന്നത്. തലയറുത്ത് തൊലി ഉരിച്ച് തല കീഴായി കെട്ടിയിടും ഞാൻ അവളെ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ. എന്ന് പറഞ്ഞ നീ എന്താ പറഞ്ഞ പ്രിയങ്കേ? നീ എന്ത് ചെയ്യാൻ പോവാ അവളെ? കൊല്ലാനോ? കൊല്ലലല്ല, കൊല ചെയ്യാൻ. ആന്റി അല്പം ക്ഷമിക്ക്. പുതിയ വാർത്ത ഉടനെ അങ്ങെത്തും. കല്യാണിയുടെ മരണ വാർത്ത തന്നെ. ഹലോ ഹലോ ഹലോ. അവള് ഫോണും വെച്ചല്ലോ. എന്തായാലും എല്ലാം കൂടെ പരസ്പരം അടിച്ച് ചത്താ മതി. നമുക്ക് അതൊക്കെ തന്നെയല്ലേ സന്തോഷം. ആരും കേട്ടില്ലല്ലോ. എന്റെ ദൈവമേ.